നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. പേഴ്സണൽ റീഡിങ്ങിന് ദക്ഷിണയുണ്ട്, അതായത് പേയ്മെന്റ് ഉണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ഈ വ്യക്തിയുടെ മുഖം ഓർത്തുകൊണ്ട് ഈ വായന കാണൂ. ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ വളരെ പ്രധാനമായും ചില തീരുമാനങ്ങൾ എടുക്കുവാൻ പോകുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ ധ്യാനിച്ചുകൊണ്ട്, നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. ഇവിടെ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഏറെ നാളത്തെ പഴക്കമുള്ള ഒരു ബന്ധമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ബാല്യകാല സുഹൃത്തുക്കളായിരിക്കാം. വളരെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിക്ക് സുഹൃത്തുക്കളും, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സോൾ കണക്ഷൻ, അതായത് ആത്മീയപരമായിട്ടും സ്വഭാവപരമായിട്ടും ഒക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വളരെയധികം ഒരു ബന്ധമുള്ളതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഒരു പക്ഷെ നിങ്ങൾ ഈ അടുത്തിടെയാണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയതെങ്കിൽ, ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ പൂർവ്വജന്മ ബന്ധമുണ്ട്. അതായത് മുജ്ജന്മത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ഉള്ള ജന്മത്തിലോ ഒക്കെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചു പോകുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരുമിച്ചായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ കുറച്ച് കാലമായി ആണ് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടായിരുന്നതെങ്കിൽ പോലും, അല്ലെങ്കിൽ കുറച്ചേ നിങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ, കുറച്ചേ ഈ വ്യക്തിയായിട്ട് നിങ്ങൾ ഇടപഴകിയിട്ടുള്ളൂ എങ്കിൽ പോലും വളരെയധികം ആഴമേറിയതായിട്ടുള്ള ബന്ധമാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു ബന്ധത്തിൽ നിന്നും കിട്ടുന്ന ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. അത്രയേറെ ആഴമേറിയ ബന്ധമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അത് ഒരുപക്ഷെ അത് ഭൂരിഭാഗം പേരുടെയും മുജ്ജന്മ ബന്ധമായിട്ടും കണക്റ്റായി വരുന്നുണ്ട്. ഈ ജന്മത്തിലും നിങ്ങൾ കണ്ടുമുട്ടുക, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കർമ്മം തീർച്ചയായിട്ടും അവിടെ പുറത്തേക്ക് വരിക, അതായത് കർമ്മം പുറത്തേക്ക് വരിക എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു സീരിയൽ പോലെയോ അല്ലെങ്കിൽ ഒരു സിനിമാ കഥ പോലെയോ ആയിരിക്കാം നിങ്ങളുടെ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതോടുകൂടി ധാരാളം നിങ്ങൾ പോലും വിചാരിക്കാത്ത അത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിലും നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് വളരെയധികം വ്യത്യസ്തമായി കാണാൻ സാധിക്കുന്നത് നിങ്ങൾ മുന്നോട്ട് ജീവിക്കാൻ, നന്നായി ജീവിക്കാൻ പഠിച്ചു എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ സാന്നിധ്യത്തിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ അത്രയേറെ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ദുരിതത്തിലും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന, അതായത് ഒരു നടുക്കടലിൽ കൊണ്ടുപോയി നിങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ, ഒരു നീന്താൻ അറിയാത്ത ഒരു വ്യക്തിയെ ആ ഒരു കടലിലോ അല്ലെങ്കിൽ ആഴമേറിയ പുഴയിലോ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ വ്യക്തിയുടെ അവസ്ഥ? അതായിരുന്നു നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്നിനു പുറകെ ഓരോന്നായി വന്നപ്പോൾ പോലും നിങ്ങൾ അതിൽ നിന്നും അടിച്ചു വീണതാണ്, അല്ലെങ്കിൽ നിങ്ങൾ വീണ് ചിന്നിച്ചിതറി കിടന്നു പോയ ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ. പക്ഷെ ഈ വ്യക്തിയുടെ സാന്നിധ്യത്തോട് കൂടിയാണ്, അല്ലെങ്കിൽ പ്രപഞ്ചശക്തി ഈ വ്യക്തിയെ ഏതോ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവിട്ടപ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നപ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ ജന്മലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ അത്രയും സ്ട്രോങ് ആണ്. കാരണം ആദ്യമൊക്കെ ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ആരോടും പരാതി പറയാതെ കരഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അത്രയും നിങ്ങൾ സ്ട്രോങ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൾറെഡി ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, പലതരത്തിലുള്ള കർമ്മകൾ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ മോശപ്പെട്ട കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്, ഇപ്പോഴും സംഭവിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതിലൂടെ തീർത്തും നിങ്ങൾ വളരെയധികം അങ്ങേയറ്റം വിഷമിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിയെ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ട എന്ന് വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് മോശക്കേടുകൾ, അതായത് സന്തോഷം ലഭിച്ചതിനേക്കാൾ കൂടുതൽ മോശക്കേടുകളാണ് അല്ലെങ്കിൽ വളരെയധികം പ്രതിസന്ധികളാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഒരു ബന്ധം എപ്പോഴെങ്കിലും ഉപേക്ഷിച്ചേക്കാം എന്നുള്ള രീതിയിൽ വരെ നിങ്ങൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ ഈ വ്യക്തിയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവസ്ഥയാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുമായിട്ട് എന്നു മുതലാണോ ഈ വ്യക്തി അകന്നു പോയത്, ആ ഒരു നിമിഷം തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സ് നഷ്ടപ്പെട്ടു പോയി. അതായത് ഒരു മനസ്സിന്റെ താക്കോൽ എന്ന് പറയുന്നത് നിങ്ങളായിരുന്നു. ആ ഒരു താക്കോല് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവസ്ഥയാണ് നമുക്കിതിലൂടെ കാണാനായി പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ മുന്നോട്ട് ഈ ഒരു ബന്ധം ചലിക്കുന്നില്ല എന്നുള്ളതാണ്. എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷെ അതിലൂടെ ഈ വ്യക്തിക്കും നിങ്ങൾക്കും ധാരാളം മാറ്റങ്ങൾ ഉണ്ടായി. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലോ സാമ്പത്തികപരമായിട്ടുള്ള മേഖലകളിലോ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ ഈ ഒരു പ്രണയ ജീവിതത്തിനോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിനോ കഴിയുന്നത്ര ഒരു പുരോഗതി ഉണ്ടായിരുന്നില്ല, ഇപ്പോഴുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർക്കോ ഒക്കെ വളരെയധികം വിഷമം വരുന്നുണ്ടാകാം നിങ്ങളുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട്. ഒരു പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരും പ്രാർത്ഥിക്കുന്ന ഒരു രീതി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ, പൂർവികരുടെ അനുഗ്രഹം എല്ലാം കൊണ്ടും തന്നെ നിങ്ങൾ അത്രയും തകർന്നടിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എത്ര വലുതാണെങ്കിൽ പോലും, പ്രശ്നങ്ങൾക്ക് നടുവിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് അതിനെ നേരിടാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പലതരത്തിലുള്ള കർമ്മ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. അതിൽ പലതും പുറത്തേക്ക് വന്നു കഴിഞ്ഞു. പക്ഷെ എന്നാലും ഇനിയും വരേണ്ടതായി കാണപ്പെടുന്നു. അത് മുജ്ജന്മത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരു റിപ്പീറ്റേഷൻ ആയിട്ടുള്ളത്, ആവർത്തന പുസ്തകം എന്നൊക്കെ പറയുന്ന പോലെ ആവർത്തനമായിട്ടുള്ള ഒരു ഒരു പ്രക്രിയയായിട്ടാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. അപ്പൊ ഇതിൽ പലതും നിങ്ങൾ ഇതിനോടകം ഫേസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. കാരണം നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ വേണ്ടിയിട്ട് സാഹചര്യങ്ങൾ എപ്പോഴും അനുകൂലമായിരുന്നു. കാരണം ആ ഒരു കർമ്മം അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ആ ഒരു കർമ്മം അത് നല്ല രീതിയിലുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ആ കർമ്മം പുറത്തേക്ക് ഓരോ സാഹചര്യത്തിലും പുറത്തേക്ക് വരുമ്പോഴും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. സാഹചര്യങ്ങൾ എപ്പോഴും പ്രതികൂലമായാണ് വരുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തിക്ക് ചെറുതായിട്ട് നിങ്ങളെ കുറിച്ചിട്ട് സംശയമുണ്ടെങ്കിൽ അത് കൂടുതലും സംശയിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഒരുപക്ഷെ ഇത് പലവർക്കും കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അത് എന്തുകൊണ്ടും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം, എന്തിനാണ് ദൈവം ഇത്രയും നല്ലൊരു പ്രണയബന്ധമോ ദാമ്പത്യ ജീവിതമോ തന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭക്ഷണം അത് മുന്നിൽ വിളമ്പി വെച്ചിട്ട് അത് തൊടാൻ പാടില്ല, അത് കഴിക്കാൻ പാടില്ല, പറ്റുമെങ്കിൽ അത് നോക്കിയിരുന്നോളൂ എന്നുള്ള അവസ്ഥയാണ് നിങ്ങളുടേത്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ദൈവത്തിനോട് പോലും നിങ്ങൾ എപ്പോഴും പരാതിപ്പെടുന്നുണ്ടാകാം, ചോദിക്കുന്നുണ്ടാകാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത്. പലവർക്കും ഒരുപക്ഷെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ച് അത് നോക്കിച്ചും കണ്ടും പറഞ്ഞും പലവർക്കും ഇതിനോടകം ഉത്തരം കിട്ടിയിട്ടുണ്ടാകാം. വേറെ ചിലവർക്ക് ഇത് ടാരോട്ട് റീഡിങ്ങിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പൊ തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി നിങ്ങളെ നല്ല രീതിയിൽ വഴി കാണിക്കുന്നുണ്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്നതെല്ലാം പ്രപഞ്ചശക്തി കാണുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളും കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ കർമ്മ വളരെയധികം ഫോൾഡ് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ മടങ്ങി ഒതുങ്ങി കിടക്കുന്ന അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരാതെ കിടക്കുന്ന കുറച്ച് കർമ്മങ്ങളുണ്ട്. അതും കൂടി വരുമ്പോഴാണ് ആ ഒരു ബന്ധം പൂർത്തിയാകുന്നത്. അപ്പോൾ അത് തീർത്തും ഇവിടെ തീരാറായതായിട്ട്, പലവരുടെയും തീരാറായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ഈ വ്യക്തിയോടുള്ള പ്രണയം അല്ലെങ്കിൽ സ്നേഹം ഒരിക്കലും ഇല്ലാണ്ടായി പോകുന്നില്ല. കാരണം ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാനാകില്ല.
എന്നാൽ ഒന്നിക്കാനുള്ള സമയവും ആയിട്ടില്ല. പക്ഷെ ഇതിനോടകം അതിനുള്ള സമയമായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണാനായി സാധിക്കുന്നത്. ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങളിൽ നിന്നും വളരെയധികം ദൂരത്തായിരിക്കാം, അല്ലെങ്കിൽ അത്രയും ദൂരത്തൊക്കെ ആയിരിക്കാം താമസിക്കുന്നത്. പക്ഷേ അത് നിങ്ങളെ കാണുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി നിങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാൻ വേണ്ടി വരുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ബാല്യകാല സൗഹൃദ ബന്ധം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതൊരു പക്ഷേ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലോ. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കൂടി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മാവ് വളരെയധികം കണക്റ്റഡ് ആണ് നിങ്ങളുടെ രണ്ടു പേരുടെയും. അത് ആർക്കും വന്ന് അത് കീറി മുറിച്ച് അത് പറിച്ചെടുത്ത് കളയാൻ സാധിക്കുന്നില്ല, അത് സാധിക്കില്ല. പക്ഷേ സാഹചര്യം പ്രതികൂലമായി വന്നിട്ടുള്ളത് അത് കർമ്മങ്ങളുടെ ഫലമായിട്ട് വന്നിട്ടുള്ളതാണ്. ഇന്ന് നിങ്ങൾ ഒഴുക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും നിങ്ങൾക്ക് നാളെ വിജയമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചില മോശപ്പെട്ട കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം. ചില മോശപ്പെട്ട കൂട്ടുകെട്ടുകളിലോ, അല്ലെങ്കിൽ നിങ്ങളെ വഴി തെറ്റിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ വേറെ രീതിയിൽ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള മോശപ്പെട്ട ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റിനും ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് നിങ്ങളുടെ ആ ഒരു ചീത്ത സമയത്ത് നിങ്ങൾ വന്ന് പെട്ടിട്ടുള്ള ഒരു ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അവരിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കണം. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീലായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇരുട്ടത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഹീലിങ്ങില്, അതായത് ഇപ്പോൾ ഒരു മുറിവ് പറ്റി അത് ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു, അതിനെയാണ് നമ്മൾ ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹീലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഴിവതും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരായിട്ട് ഇടപഴകാനോ, അല്ലെങ്കിൽ അവരായിട്ട് കൂട്ടുകൂടാനോ, അവരുടെ അഭിപ്രായം തേടാനോ ശ്രമിക്കാതിരിക്കാനായിട്ട് നോക്കുക. കാരണം അത് നമുക്കിവിടെ കണ്ടു, അങ്ങനെ പറയാൻ തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. തീർച്ചയായിട്ടും ഇവിടെ ഒരു തീരുമാനം ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എടുക്കും എന്നുള്ളത് നമുക്കിവിടെ പക്കയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രയും സ്നേഹത്തിന്റെ ഉറവിടമാണ്, നിങ്ങളുടെ മനസ്സിൽ സ്നേഹം മാത്രമുള്ളൂ എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ തീർത്തും നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം, അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഒരു തീരുമാനം എടുക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. അത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള പല കാര്യങ്ങളിലും, അതായത് അനാവശ്യമായിട്ടുള്ള രീതിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ വളരെ ശാന്ത സ്വരൂപരായിട്ടുള്ള ആൾക്കാരായിരിക്കാം. അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ, അല്ലെങ്കിൽ ശബ്ദം ഉയർത്തി സംസാരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാത്ത ആൾക്കാരായിരിക്കാം. എന്നിട്ട് പോലും ചിലപ്പോൾ നിങ്ങളായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ അതിശയത്തോടെ ചോദിക്കുന്നുണ്ടാകാം, എന്തുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് തീർത്തും അതൊരു കർമ്മ ഫോൾഡിംഗ് ആണ്, അല്ലെങ്കിൽ കർമ്മ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തേക്ക് കളയാനായിട്ട് നോക്കുക. കാരണം നിങ്ങളുടെ മനസ്സ് ഹീലായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചില കർമ്മങ്ങൾ ഇതിനോടകം അവസാനിക്കുകയാണ്. അത് പാപമായിട്ട് തന്നെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് അത് മോശമായിട്ടുള്ള രീതിയിൽ അനുഭവിക്കേണ്ടി വരുന്നത്. ഇനി നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള നല്ല പ്രവർത്തികൾക്കുള്ള ഒരു ഒരു ബെനിഫിറ്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് ആണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ല പ്രവർത്തികൾ തന്നെ ചെയ്യാനായി ശ്രമിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ഉചിതമായിട്ടുള്ള നല്ലൊരു തീരുമാനം എടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരിക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.